പക്ഷേ അവളെ ഒരു പെരും കള്ളിയാ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള സത്യങ്ങൾ അവള് പറയുന്നത് നിങ്ങൾ കരുതണ്ട. എന്റെ മകൻ വിഷ്ണു മരിച്ചിട്ട് അതവള് നിങ്ങളോട് പറഞ്ഞോ? വിഷ്ണു മരിച്ചെന്നോ? ശിവനങ്ങൾ വരെയാണെങ്കിൽ നമുക്ക് ശിവനങ്ങളിലെ കൊണ്ട് ഐസ്ക്രീം വാങ്ങിപ്പിക്കാം. അത് ഐഡിയ. എന്താ രണ്ടുപേരും കൂടി ഒരു രഹസ്യം? ഒന്നുമില്ല. എങ്കി വാ. എന്തിനാ വിഷ്ണുട്ട എന്നോട് ഈ ചതി കാണിച്ച? ഇപ്പൊ എല്ലാ കുറ്റവും എന്റെ തലയിലായില്ലേ? കുറ്റക്കാരിയായത് ഞാൻ മാത്രമായില്ലേ? ആരെയും സങ്കടപ്പെടുത്തരുതെന്ന് വിചാരിച്ച് എല്ലാം മനസ്സിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് എന്തായി? ഇനി ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ എങ്ങനെയാ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയെടുക്കുന്നത്? ഇതൊക്കെ ആര് പറഞ്ഞു വിശ്വസിപ്പിക്കും? ഞാനിപ്പോ സത്യാമ്മയ്ക്ക് മുന്നിലും മോഷ്ടാവും കൊലയാളിയും ഒക്കെയാ. ഇൻഷുറൻസിന്റെ തുക കിട്ടാൻ വേണ്ടി ഞാൻ വിഷ്ണുട്ടനെ കൊന്നു. നമ്മുടെ കമലം വരെ എന്നെ തെറ്റിദ്ധരിച്ചു. എന്തൊക്കെയൊക്കെ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു. അവനങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലായിരുന്നു. സത്യാമ്മയെ തണുപ്പിക്കണം, കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ സത്യാമ്മയോട് ഞാൻ പറയും, വിഷ്ണുവേട്ടൻ മരിച്ചിട്ടില്ല. എൻ്റെ ഉള്ളില്, എൻ്റെ ഹൃദയത്തിൻ്റെ അറകളില് ഞാൻ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണെന്നും. എനിക്കത് മതി, അത് മാത്രം മതി. ഇനിയുള്ള എൻ്റെ ജീവിതം എനിക്ക് ജീവിച്ചു തീർക്കാൻ. ഇതാരാ? ഗോപാലകൃഷ്ണോ? അല്ല, അവിടത്തെ എന്താ നിന്ന് കളഞ്ഞേ? നീ കേറി വാ. ഇങ്ങോട്ട് കേറി വാന്നേ. നിങ്ങളിവിടെ അന്യനൊന്നും അല്ലല്ലോ. എന്നാലും ഒരെന്നാലും ഇല്ലെന്നേ. ഗോപാലകൃഷ്ണനെ എപ്പോഴും ഈ വീട്ടിൽ കയറാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇല്ലയോ? ഇത് നിങ്ങളുടെ മോടെ വീടല്ലയോ? നിങ്ങളുടെ ബന്ധു വീടേ. കേറി വാന്നേ. ഗോപാലകൃഷ്ണ ഇങ്ങോട്ടിരിക്കും. അങ്ങോട്ടിരിക്കുന്നേ. കസലോട്ടിരിക്കുന്നേ. ഞാനിവിടെ ഇരുന്നോളാം. അയ്യോ, ഇതെന്ത് പറ്റി? അതൊരു ആക്സിഡന്റ് പറ്റിയതാ. ഓട്ടോ എന്ന് പറഞ്ഞേ. ഞാൻ വന്നത് മോളെ ഒന്ന് കാണാനാ. അല്ല, ശാലി ഇവിടെ ഇല്ലല്ലേ? അവളെ അല്ല, കുഞ്ഞിനെ, ശാലികയുടെ മോളെ. കുഞ്ഞിനെ കാണാനായിരുന്നോ? അപ്പം ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഗോപാലകൃഷ്ണൻ അറിഞ്ഞില്ലേ? എന്തു കാര്യം? ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അറിഞ്ഞു കാണുമല്ലോ, ഒരു കേസിൽപ്പെട്ട് ഒന്ന് മാറി നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് ഇവിടെ പലതും സംഭവിച്ചേ. ശാരികയുടെ കുഞ്ഞിനെ ഞങ്ങളിവിടെ ഏൽപ്പിച്ചെന്നുള്ളതൊക്കെ ശരിയാ. പക്ഷേ ഇപ്പൊ ആ കുഞ്ഞ് ഇവിടെ ഇല്ല. അതിപ്പം എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ. പക്ഷേ കുഞ്ഞിനിവിടെ കാണാനില്ല ഗോപാലകൃഷ്ണ. കാണാനില്ലെന്നോ? എന്താ രാഘവന്നല്ലേ പറയുന്നത്? സത്യ ഗോപാലകൃഷ്ണ പറയുന്നേ. പോലീസുകാരും ശാലിനിയും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എവിടെ പോയെന്നോ ആര് കൊണ്ടുപോയെന്നോ ഒന്നും അറിഞ്ഞൂടാ. എന്റെ ഈശ്വര, കാണാനില്ല എന്നൊക്കെ പറഞ്ഞ ഞാനിനി ശാരികയോട് എന്ത് പറയും? അവൾക്കിത് സഹിക്കാൻ പറ്റുമോ? അത് കുഞ്ഞെവിടെ? മറുപടി പറയേണ്ടത് ഈ വീട്ടിലുള്ളവരാ. ഗോപാലകൃഷ്ണ,
കുഞ്ഞിനെ ആർക്കാണോ വളർത്താൻ ഏൽപ്പിച്ചത് അവരോട് പോയി തന്നെ ചോദിക്കണം. ഇവിടെ നിങ്ങളുടെ കുഞ്ഞിനെ ആരും വളർത്താൻ ഏറ്റിട്ടില്ല. ഞാനും പറഞ്ഞിട്ടില്ല, രാഘവേട്ടനും പറഞ്ഞിട്ടില്ല. രാഘവേട്ട പറഞ്ഞിട്ടുണ്ടോ? ഏയ് ഇല്ല. ഞാൻ ഏൽപ്പിച്ചത് അവളെയാ, ശാലിനിയെ. മറുപടി എനിക്ക് തരേണ്ടതും അവളാ. ചെല്ല്, ഇപ്പൊ തന്നെ കിട്ടും മറുപടി. കാരണം സത്യം പറഞ്ഞവൾക്ക് ശീലമില്ലല്ലോ. രാഘവൻ നേരെ ഇതിപ്പോ ഗോപാലകൃഷ്ണ, ഞാനിപ്പോ മരുന്ന് ഇപ്പൊ വരാമേ. പിള്ളേ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടോ. ഇനി വയ്യാലേ, ഞാൻ മറന്നു പോവും. ഇങ്ങോട്ട് വാ. സത്യമേ, എങ്കിലും എനിക്ക് കാര്യങ്ങൾ അറിയണം. എന്താ ഉണ്ടായത്? എങ്ങനെയാ എന്റെ കുഞ്ഞിനോട് നഷ്ടപ്പെട്ടത്? അതാണ് ഗോപാലകൃഷ്ണൻ ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മകളോട് പോയി ചോദിക്കാന്. പക്ഷേ അവളെ ഒരു പെരും കള്ളിയാ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള സത്യങ്ങൾ അവള് പറയുന്നത് നിങ്ങൾ കരുതണ്ട. എന്റെ മകൻ വിഷ്ണു മരിച്ചിട്ട് അതവള് നിങ്ങളോട് പറഞ്ഞോ? വിഷ്ണു മരിച്ചെന്നോ? എന്റെ മകൻ ഇപ്പൊ ജീവനോടെ ഇല്ല ഗോപാലകൃഷ്ണൻ. അവൻ പോയി. അവസാനമായിട്ട് ആ മുഖം ഒന്ന് കാണാൻ പോലെ എനിക്ക് സാധിച്ചില്ല. പക്ഷെ അവൾക്ക് അതെല്ലാം അറിയായിരുന്നു. എന്നിൽ നിന്ന് അവൾ അതെല്ലാം ഒളിപ്പിച്ചു വെച്ചു. എന്റെ മകന്റെ ശരീരം ഒന്ന് കാണാൻ പോലും ഭാഗ്യമില്ലാതെ സങ്കടപ്പെട്ട് നേരെ നിൽക്കാൻ ഇത് ഞാൻ എങ്ങനെ സഹിക്കുന്നെന്ന് എനിക്കും ഞാൻ വിളിക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയൂ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി എന്തിനാ കൊന്നതെന്ന് അറിയണ്ടേ? വെറും 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടി. അതെ, അവളുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു. ദൈവം എന്ന് പറയുന്ന ആള് വലിയ മനസ്സുള്ള ആളാ. എത്ര ഒളിപ്പിച്ചാലും ഏതൊക്കെ രീതിയിൽ തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും സത്യം സത്യമായി തന്നെ പുറത്തു വരും. അതിന്റെ തെളിവ് എന്റെ മകൻ മരിച്ചെന്ന് ഞാൻ അറിഞ്ഞത്. ഇനി നിങ്ങൾ പറ, ഞാൻ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതിൽ വല്ല തെറ്റുണ്ടോ? ഇനിയും അവളെ ഇവിടെ നിർത്തിയ പണത്തിന് വേണ്ടി അവളെ എന്നെയും കൊല്ലില്ലെന്ന് ആര് കണ്ടു? പേടിയാ. നിങ്ങളുടെ മകളോടൊപ്പം ചേർന്ന് എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാ.